Hi dears, welcome to EdDream BCom online class. Today we are discussing the subject BRL 101 Overview of Retailing and Unit 5 Store Design and Visual Merchandising. Overview of Retailing അഞ്ചാമത്തെ യൂണിറ്റ് Store Design and Visual Merchandising. In this chapter, we are discussing about the store positioning strategy or store layout strategy. ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ റീറ്റെയിലർ എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം, എന്ത് കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റോർ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം, ആ സ്പേസ് അവൈലബിലിറ്റിയെ മെർക്കൻഡൈസുകൾ അറേഞ്ച് ചെയ്തു വെച്ചുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിങ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഒരു റീറ്റെയിലറുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലെത്തുന്ന കസ്റ്റമേഴ്സ് മാക്സിമം സാറ്റിസ്ഫൈഡ് ആയി സ്റ്റോറിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് അദ്ദേഹത്തിന് മാക്സിമം സെയിൽസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. മോർ സേവിങ്സ് ഹി ക്യാൻ ഏൺ മോർ മണി. അപ്പോൾ എത്രമാത്രം നല്ല രീതിയിൽ സെയിൽസ് നടത്തുന്നു അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻകം ലെവലും വർദ്ധിക്കും, അല്ലെങ്കിൽ റവന്യൂ വർദ്ധിക്കും. അപ്പോൾ ഒരു കടയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏറ്റവും അട്രാക്റ്റീവായി അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്തുള്ള റീറ്റെയിലേഴ്സ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോർ ലേ ഔട്ടുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റോർ പൊസിഷനിങ് സ്ട്രാറ്റജി ഏറ്റവും നന്നായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് വി ക്യാൻ ഈസിലി ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് അവർ കസ്റ്റമേഴ്സ്. നമ്മുടെ കടയിലേക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചു വരുന്ന കസ്റ്റമർ ആയിരിക്കും. പക്ഷേ ആ വന്നു കഴിഞ്ഞ് നമ്മുടെ കടയിലുള്ള ആ പ്രോഡക്ട്സിൻ്റെ റേഞ്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് അത്രയും ഭംഗിയായി വെച്ചിട്ടുള്ളത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു അഡീഷണൽ പ്രോഡക്റ്റ് കൂടി നമ്മുടെ കൺസ്യൂമർക്ക് വാങ്ങാൻ തോന്നും. അങ്ങനെ തോന്നണം, ആ രീതിയിൽ വേണം നമ്മുടെ കടയിൽ നമ്മുടെ പ്രോഡക്ട്സ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്, റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ കൺസെപ്റ്റിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും മൾട്ടി ലെവലിലുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെയാണ്. പക്ഷേ ചെറിയ റീറ്റെയിലേഴ്സിനെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആ മിനിമം സ്പേസ് വെച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ മെർക്കൻഡൈസുകളെ അറേഞ്ച് ചെയ്യാം, എങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ മറ്റുള്ള കടകളേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നമ്മുടെ കടയിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ആ ലഭ്യമായ സ്പേസ് എങ്ങനെ ഉപയോഗിക്കണം, എത്ര നല്ല രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സ്റ്റോർ ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റോർ ലേ ഔട്ടും മെർക്കൻഡൈസിങ്ങിൻ്റെ പൊസിഷനിങ്ങും. സോ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീറ്റെയിൽ സ്പേസ് അവൈലബിലിറ്റിയും അതിൻ്റെ ഡിസൈനിങ്ങുമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ കീ കൺസെപ്റ്റ്സ് ഇൻ റീറ്റെയിൽ അറ്റ്മോസ്ഫിയറിക്സ്. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ആ അന്തരീക്ഷം ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണം, അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൻ്റെ നമ്മൾ ആ സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോർ സ്പേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഫാക്ടേഴ്സിനെ മെയിനായി രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക്സ് ആൻഡ് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക്സ്. നമ്മുടെ കടയുടെ ആ റീറ്റെയിൽ ഷോപ്പിൻ്റെ ബാഹ്യ അന്തരീക്ഷത്തിൽ വരുന്ന സെറ്റപ്പുകളും അതുപോലെ തന്നെ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ, കടയ്ക്ക് ഉള്ളിലുള്ള ഏരിയ എങ്ങനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഭാഗം ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക്സ് ആണ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കടയുടെ പുറം ഭാഗത്ത് ബാഹ്യാന്തരീക്ഷത്തിൽ എന്തെല്ലാം സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത്, അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റോർ എൻട്രൻസ്.
നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന കവാടം അല്ലെങ്കിൽ കയറി വരുന്ന സ്ഥലം ഓപ്പൺ എൻട്രൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഷോപ്പിൻ്റെ എൻട്രൻസ് എങ്ങനെ വേണം? നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലേക്ക് പ്രവേശിക്കുന്നത് ആ എൻട്രൻസിലൂടെയാണ്. ട്രഡീഷണൽ റീറ്റെയിൽ മാർക്കറ്റിങ്ങിൽ അധികവും ഓപ്പൺ എൻട്രൻസുകളായിരുന്നു. പഴയ കാലത്ത് ചെറിയ ചെറിയ കടകളിലെല്ലാം തുറന്നു വെച്ച വാതിലുകൾ, അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ബാരിയേഴ്സോ അല്ലെങ്കിൽ ഡോറുകളോ ഒന്നുമില്ലാതെ തുറന്നു വെച്ച കടകളാണ് ചെറുകിട കച്ചവടക്കാർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പൺ എൻട്രൻസിൻ്റെ അവിടെ കടയുടെ ഓണർ തന്നെ പലപ്പോഴും, അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ നമ്മുടെ കടയുടെ മുൻഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവരുടെ കടയിൽ ലഭ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചും അവയുടെ സേവനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചില ഷോപ്പിൻ്റെയൊക്കെ പുറത്തുകൂടെ പോകുമ്പോൾ ഇപ്പോൾ ഒരു ചെരുപ്പ് കടയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ചെരുപ്പ് ഏത് ടൈപ്പിലുള്ള ചെരുപ്പും ഉണ്ട് കേട്ടോ, നിങ്ങളെ പുതിയ പുതിയ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്പൺ എൻട്രൻസുകളുണ്ട്. അതിനും പുറമെ ഈസി ആക്സസബിലിറ്റി. ഇന്നത്തെ കാലത്ത് കടകളിൽ ഏറ്റവും കൂടുതൽ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ഷോപ്പുകളാണ്. ഒരു വീൽ ചെയറിലുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ഈസി ആയി കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള എൻട്രൻസ് ഫെസിലിറ്റികൾ ഇന്നത്തെ കാലത്ത് റീറ്റെയിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈസി ആക്സസബിലിറ്റി വേണം. വളരെ പെട്ടെന്ന് നമ്മൾക്ക് കടയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുവാനും ഒക്കെയുള്ള ഫെസിലിറ്റി നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം. പിന്നെ ചില കടകളിൽ ഉണ്ടായിരിക്കും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും എൻട്രൻസിൻ്റെ അവിടെ തന്നെ. കാരണം കസ്റ്റമേഴ്സിന് നല്ല സെക്യൂർഡ് ഫീലിംഗ്, നമ്മൾക്ക് ആ കടയിൽ ഇപ്പോൾ ഒരു ബാഗ് പുറത്ത് വെച്ചാലും അതിനൊന്നും സംഭവിക്കില്ല, കാരണം അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ഫെസിലിറ്റിയോടുകൂടിയ എൻട്രൻസുകളും ഇന്നത്തെ കാലത്ത് റീറ്റെയിൽ ഷോപ്പിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഷട്ടർ കവേർഡ് എൻട്രൻസുകൾ ഉണ്ട്, മോഡുലാർ ഫാബ്രിക്കേറ്റഡ് എൻട്രൻസുകളുണ്ട്, പ്രീ ഫാബ്രിക്കേറ്റഡ് എൻട്രൻസുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കവാടങ്ങൾ അല്ലെങ്കിൽ പ്രവേശന സങ്കേതങ്ങൾ നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകൾക്ക് നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പല റീറ്റെയിൽ ഷോപ്പുകളും തുറന്ന കടകളായിരിക്കില്ല. ഒരു ചെറിയ ഗ്ലാസ് ഡോറും അതിൻ്റെ പുറത്ത് നല്ല ഡിസ്പ്ലേ വിൻഡോസും ഒക്കെ ഉള്ള തരം എൻട്രൻസുകളും കാണാൻ കഴിയും. അപ്പോൾ പഴയ കാലത്ത് ചെറുകിട കച്ചവടക്കാർ മിക്കവാറും ഉപയോഗിച്ചിരുന്ന എൻട്രൻസ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ എൻട്രൻസ് ആയിരുന്നു, വിത്തൗട്ട് എനി സെക്യൂരിറ്റി ഗാർഡ്സ്. അവിടെ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വളരെ വേഗം കയറി ചെല്ലുവാനും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാനും യാതൊരു നിബന്ധനകളുമില്ലാത്ത തുറന്ന വാതിലുകളുമായിട്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ റീറ്റെയിൽ ഷോപ്പുകൾ അറേഞ്ച് ചെയ്തിരുന്നത്. ദെൻ അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് സ്റ്റോർ എൻട്രൻസ് ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഡിസ്പ്ലേ വിൻഡോസ് ആണ്. എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സിൽ വരുന്ന രണ്ടാമത്തെ ഘടകമാണ് ഡിസ്പ്ലേ വിൻഡോസ്. കസ്റ്റമേഴ്സിന് പുറത്തുകൂടി പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് കടയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്ട്സിൻ്റെ ഒരു വ്യൂ പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിയും ഡിസ്പ്ലേ വിൻഡോസിലൂടെ. ഇപ്പോൾ ചില കടകളിലൊക്കെ, തുണിക്കടകളിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബൊമ്മകളിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഡിസ്പ്ലേ വിൻഡോയിൽ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനെ കാഷ്വലായിട്ട് അതേ പോകുന്ന സമയത്ത് യാദൃശ്ചികമായി നമ്മളൊരു സാരി കാണുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് കാണുകയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനിയൊരു ഫംഗ്ഷൻ, അടുത്ത മാസം ഒരു ഫംഗ്ഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ സാരി വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ആ ഒരു ചുരിദാർ വാങ്ങിച്ചാലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പൾസീവായിട്ടുള്ള തോട്ട്സ് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റോർ ഡിസൈനിങ്ങിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഡിസ്പ്ലേ വിൻഡോസിൽ നമ്മൾ ചെയ്യാറുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ലുക്കിലുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ കടകളിൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ് എന്ന് കസ്റ്റമേഴ്സിനെ അറിയിക്കുവാനും അവരെ നമ്മുടെ കടയിലേക്ക് വരാൻ വേണ്ടി ആകർഷിക്കുവാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസ്പ്ലേ വിൻഡോ. അതായത് നമ്മുടെ പ്രോഡക്ട്സ് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ കടയുടെ പുറത്ത് പ്രദർശിപ്പിക്കുന്നു. കടയുടെ പുറത്ത് എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള കടകളുടെ പുറത്ത് ഹാങ്ങറുകളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡുകളിലോ ഒക്കെ പ്രോഡക്ട്സ്
വയ്ക്കാറുണ്ട്. അതിനും പുറമെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ഡോർസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ആ ക്ലോസ് ചെയ്ത ഡോറിനുള്ളിൽ തന്നെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ നമ്മുടെ മെർക്കൻഡൈസുകൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കാറുണ്ട്. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് ടു അവർ ഷോപ്പ്. റീറ്റെയിൽ അറ്റ്മോസ്ഫിയറിക്സിൽ എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക്സ്, ബാഹ്യാന്തരീക്ഷത്തിലെ അറേഞ്ച്മെന്റ്സിൽ വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ഫാസീഡ്, മാർക്യൂ ആൻഡ് സൈൻ ബോർഡ്. ഓരോ റീറ്റെയിൽ ഷോപ്പുകളുടെയും മുന്നിൽ ആ കടയുടെ പേര് അല്ലെങ്കിൽ അതിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നത്തിൻ്റെ പേര്, ഇവയൊക്കെ നമ്മൾ നല്ല ലൈറ്റ്സ് വെച്ചുകൊണ്ടുള്ള ബോർഡുകളിലായി, സൈൻ ബോർഡുകൾ പോലെ, ഇപ്പോൾ പിസ്സ ഹട്ട് എന്നൊക്കെ എഴുതിയിട്ടുള്ളത് എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും ആ ഒരു ഇലുമിനേറ്റിംഗ് പവർ കൊണ്ട് ആ ലൈറ്റ് വെച്ച സൈൻ ബോർഡുകൾ നമുക്ക് വളരെ ദൂരത്തേക്ക് രാത്രി കാലങ്ങളിലെല്ലാം കാണാൻ കഴിയും. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് കടയുടെ പേരുകൾ വെക്കാം. അതുപോലെ കൂടാരങ്ങൾ പോലെയുള്ള ഷേപ്പുകൾ, ദെൻ നമ്മൾ ഓരോ രീതിയിലുള്ള കവാടത്തിൽ തന്നെ വെക്കുന്ന പേരിൻ്റെ ഓരോ ഡിസൈൻ പ്രത്യേക, ഇപ്പം നമ്മുടെ പ്രോഡക്റ്റിന് മാത്രം ലഭ്യമായിട്ടുള്ള ചില ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഏറ്റവും അട്രാക്റ്റീവായ രീതിയിൽ നമ്മുടെ കടയുടെ പേര് അല്ലെങ്കിൽ ആ കടയിൽ ലഭ്യമായിട്ടുള്ള പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരമോ ഒരു എംബ്ലമോ ഒക്കെ നമ്മുടെ റീറ്റെയിലേഴ്സ് നൽകാറുണ്ട്. കാരണം എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾക്കൊരു സെപ്പറേറ്റ് ഐഡന്റിറ്റി നൽകുന്ന എംബ്ലം അല്ലെങ്കിൽ പേര്, എന്തെങ്കിലും ഒരു സിമ്പൽ, ഇവയെല്ലാം വളരെയധികം കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നൽകാറുള്ളത്. സാധാരണ രീതിയിൽ കടയുടെ പേര് പുറത്ത് നമ്മൾ വലിയ ബോർഡ് പോലെ പെയിന്റ് വെച്ച് എഴുതി ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല കാണുന്ന സ്ഥലത്ത് വ്യക്തമായ അക്ഷരങ്ങളിൽ പെയിന്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിനു പുറമെയാണ് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റ് വെച്ച ബോർഡുകൾ, അതുപോലെ കടയിൽ നിന്ന് ചിലപ്പോൾ കടയുടെ ചുമരിൻ്റെ അവിടെ നിന്നാവില്ല, കുറച്ച് വിട്ട് മുൻഭാഗത്തേക്കായിട്ട് നല്ല തൂണുകളിൽ ലൈറ്റിൽ വെച്ചിട്ടുള്ള ആ കടയുടെ പേരോ അല്ലെങ്കിൽ ആ കടയിൽ ലഭ്യമാകുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു സിമ്പലോ. ഇപ്പം നമ്മുടെ പിസ്സ ഹട്ടൊക്കെ ആണെങ്കിൽ ആ പിസ്സയുടെ ഒരു ഫോട്ടോവും അതുപോലെ അതിൻ്റെ ആ ഒരു പേരും അതൊക്കെ ഇങ്ങനെ ലൈറ്റ് ചെയ്തുകൊണ്ട് അത്രയും ദൂരെ നിന്ന് പോലും കസ്റ്റമേഴ്സിന് കാണാൻ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. അതെല്ലാം എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക്സിൽ വരുന്നതാണ്. ദെൻ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് പാർക്കിംഗ് ഫെസിലിറ്റിയാണ്. നമ്മുടെ കടയ്ക്ക് പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കുകളാണിത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫോർ വീലേഴ്സ് ഏറ്റവും കൂടുതൽ ഫോർ വീലർ വെഹിക്കിൾസ് ഉപയോഗിക്കുന്ന ആളുകളാണുള്ളത്. അപ്പോൾ അവർക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ, ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ആ കടയിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്നായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള സൗകര്യപ്രദമായ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഷോപ്പുകളാണ് ഏതൊരു ഫാമിലിയും ഇപ്പോൾ തിരഞ്ഞെടുക്കുക. കാരണം പ്രോഡക്ട്സ് വാങ്ങിക്കുക, എന്നിട്ട് ആ പ്രോഡക്ട്സ് കൊണ്ട് കുറേ ദൂരം പോകണമെങ്കിൽ, നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്തെത്താൻ കുറേ ദൂരം പോകണം, ദെൻ വണ്ടി ഒന്ന് എടുത്ത് പുറത്തേക്ക് റോട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു അരമണിക്കൂർ പിടിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണെങ്കിൽ ആ കടയിലേക്ക് നമ്മൾ പോവില്ല. കാരണം അത്രയും അധികം സമയം ചെലവാക്കാനൊന്നും ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് സൗകര്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സൗകര്യപ്രദമായ പാർക്കിംഗ് ഫെസിലിറ്റി നൽകുന്നത് ആരാണോ അത്തരം ഷോപ്പേഴ്സിനെ ആയിരിക്കും നമ്മുടെ കൺസ്യൂമേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കടയ്ക്ക് പുറത്തുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ വരുന്ന ഘടകങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് വരുന്ന ഫാക്ടേഴ്സ്, ഒന്ന് സ്റ്റോർ എൻട്രൻസ്, പിന്നെ ഡിസ്പ്ലേ വിൻഡോ, ഫാസേഡ്, മാർക്യൂ ആൻഡ് സൈൻ ബോർഡ്, അതേപോലെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ്. ഇതെല്ലാം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഏത് റീറ്റെയിലർ ആണോ അറേഞ്ച് ചെയ്യുന്നത് അവർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈഡ് ആയി നിലനിർത്താനും കഴിയും. അതേപോലെ തന്നെ പുതിയ ഷോപ്പേഴ്സിനെ വളരെ വേഗം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും കഴിയും. അപ്പൊ ഇതെല്ലാം കടയ്ക്ക് പുറത്ത് ചെയ്യുന്ന അറേഞ്ച്മെന്റ്സ് ആണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാ? ഇന്റേണൽ അറ്റ്മോസ്ഫിയറിക്. ഇന്റേണൽ അറ്റ്മോസ്ഫിയറിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടയ്ക്കുള്ളിൽ, ഷോപ്പിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിനെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ അറേഞ്ച്മെന്റ്സിൽ പ്രധാനമായും വരുന്നത് ഒന്ന് സ്റ്റോർ ഇമേജ് ആണ്, പിന്നെ ഒന്ന് മ്യൂസിക്,
നമ്മുടെ കടയിൽ കടയ്ക്കുള്ളിൽ ലഭ്യമായിട്ടുള്ള സ്റ്റോറിൻ്റെ സ്പേസ് ഏറ്റവും അട്രാക്റ്റീവായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആ കടയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾക്ക് അവിടെ പിടിച്ചു നിർത്താൻ കഴിയണം. നമ്മുടെ സ്ഥാപനത്തിനുള്ളിലെ അറേഞ്ച്മെന്റ്സ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ് എന്ന് പറയില്ലേ, ആ ഒരു അറ്റ്മോസ്ഫിയർ ഈസി ഷോപ്പിങ്ങിനും ഫ്രീ ഷോപ്പിങ്ങിനും കണ്ടിന്യൂസ് ഷോപ്പിങ്ങിനും നമ്മുടെ പർച്ചേസേഴ്സിനെ സഹായിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചില കടകൾക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, അത്രയും എനർജറ്റിക് ആണ്, അത്രയും കാര്യപ്രാപ്തിയുള്ള ഓഫീസാണ്, അങ്ങനെ അറിയിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സ് കയറുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും ചില കടകളിൽ. എന്നാൽ ചില കടകളിൽ മെൻ്റൽ റിലാക്സേഷന് പറ്റിയ രീതിയിലുള്ള നല്ല ഡിം ലൈറ്റുകളും നല്ല പേസ്റ്റൽ കളേഴ്സും ഒക്കെയുള്ള ഡിസൈൻ ആയിരിക്കും. അപ്പോൾ ഓരോ സ്ഥാപനവും ആ സ്ഥാപനം ഡീല് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ നാച്ചുറിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫാക്ടറാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കടയിൽ എത്തുന്ന കസ്റ്റമേഴ്സ് പല നാച്ചുറലുള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ കടയിലെ ഡീലേഴ്സ് തന്നെ പല ലൊക്കേഷനുകളിലുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർത്ത് സൈഡിലുള്ള ചില ഷോപ്പുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിക്സ് ഒക്കെ കേൾക്കാം. എന്നാൽ പഞ്ചാബ് ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് അങ്ങനെ ശാന്തമായ താളത്തിലുള്ള പാട്ടൊന്നല്ല അവർ സെലക്ട് ചെയ്യുക. അവർ കുറച്ച് ഫെസ്റ്റിവൽ മൂഡിലുള്ള സോങ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള റീറ്റെയിലറുടെ പ്രാദേശിക സ്പെഷ്യാലിറ്റി, അതുപോലെ തന്നെ അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ നാച്ചർ, ഇതിനനുസരിച്ചൊക്കെയാണ് കടയ്ക്കുള്ളിലെ മ്യൂസിക്കും ലൈറ്റ്നിങ്ങും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ആളുകൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് ലഭിച്ച് കഴിച്ച് പോകാനൊക്കെ കുറച്ച് സമയം എടുക്കും. 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ആ പ്രോഡക്റ്റ് അവർ റെഡിയാക്കാൻ തുടങ്ങുന്നേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കാമായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല നമ്മൾക്ക് AC ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ശാന്തമായി ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിലായിരിക്കും അവരവരുടെ ഇന്നർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ ആ ഇൻസൈഡിലുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അവരുടെ ആ ഒരു ബിസിനസ് നാച്ചുറിനനുസരിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഒരു പൂരപ്പറമ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഡീൽ ചെയ്യുന്ന ഒരു ചെറിയ കടയാണെന്ന് വിചാരിക്കുക, അവിടെ അവരങ്ങനെ ശാന്തമായിട്ടുള്ള പാട്ടൊന്നല്ല വെച്ചിട്ടുണ്ടാവുക. കാരണം അവർക്ക് റെഡിമെയ്ഡ് പ്രോഡക്ട്സ്, അവർക്ക് കസ്റ്റമേഴ്സിന് പൈസ വാങ്ങുക, ഉൽപ്പന്നം കൊടുക്കുക, അവരത് ചൂടോടെ കഴിക്കുക, ആ രീതിയിലുള്ള സെറ്റപ്പുകളായിരിക്കും. അപ്പം അവിടെയൊക്കെ ഫെസ്റ്റിവൽ മൂഡിലുള്ള നല്ല റിതമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടെമ്പോ ഉള്ള പാട്ടുകളൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ കടയ്ക്കുള്ളിലെ അറേഞ്ച്മെൻറ്റ് നമ്മുടെ ഷോപ്പറുടെയും ആ ഷോപ്പർ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെയും ബിഹേവിയറിനും അതുപോലെ നമ്മുടെ ഓരോ സീസണൽ ആയിട്ടുള്ള ഡിമാൻഡിനെയൊക്കെ ആശ്രയിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് സെറ്റിങ്സും എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് സെറ്റിങ്സും ഡിസൈൻ ചെയ്യുന്നതിൽ ഒരു റീറ്റെയിലർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ്. ഇപ്പം നമ്മൾ പറഞ്ഞു റീറ്റെയിൽ അറ്റ്മോസ്ഫിയറിൽ 2 തരത്തിലുണ്ട്, എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക്കും അതുപോലെ തന്നെ ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സും. അപ്പോൾ ഇത്തരം ഈ റീറ്റെയിൽ സ്പേസിനെ ഏറ്റവും നന്നായി അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഏറ്റവും നന്നായി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഇന്നത്തെ കാലത്ത് കസ്റ്റമേഴ്സ് അവർ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കംഫർട്ടബിൾ ഷോപ്പിംഗ് ആയിരിക്കും. ഏറ്റവും കൺവീനിയൻ്റ് ആയ സ്ഥലത്തുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ലഭ്യമാകുന്ന നല്ല കടകൾ തിരഞ്ഞെടുക്കും. കാരണം ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റീറ്റെയിലിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയമാണ്
ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആക്കി നിലനിർത്തണമെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് വേണം നമ്മുടെ സ്റ്റോർ സ്പേസിൽ, ഷോപ്പിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് അത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത്, ഇറ്റ് എൻഹാൻസ് ദ ഇമേജ് ഓഫ് ഔട്ട്ലെറ്റ്. നമ്മുടെ ഷോപ്പിൻ്റെ ആ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ അവിടെ മർക്കൻഡൈസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രീതി, ഷോപ്പിൻ്റെ എൻട്രൻസ്, അവിടെ ലഭ്യമാവുന്ന ഒരു ആംബിയൻസ്, അതെല്ലാം നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൻ്റെ ഒരു ഇമേജ്, അതിനെക്കുറിച്ചിട്ട് ആളുകൾക്കിടയിലുള്ള ഒരു ഇമേജ് ഉണ്ട്, അത് വളരെയധികം മൂല്യവർദ്ധിതമാക്കും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കും. ദെൻ രണ്ടാമതായി പറയുന്നത്, ഇറ്റ് വിൽ ക്രിയേറ്റ് എ USP, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയും. നമ്മൾക്ക് നമ്മുടെ കടയിൽ നമ്മളുടേതായിട്ടുള്ള ഒരു വേറിട്ട ഒരു ഐഡൻറ്റിറ്റി, നമ്മുടെ പ്രോഡക്ട്സ് ഡീലിങ്ങിലാണെങ്കിലും സെയിൽസിലാണെങ്കിലും നമ്മൾക്കൊരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നല്ലൊരു സെല്ലിംഗ് പ്രിപ്പോസിഷൻസിൽ അത്രയും ഒരു ബെസ്റ്റ് ഓപ്റ്റിമം എന്നൊക്കെ പറയില്ലേ, ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ ഈസി സ്റ്റോർ മൂവ്മെൻറ്റ്, നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കടയിൽ മർക്കൻഡൈസുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ കൺവീനിയൻ്റ് ആയ രീതിയിലാണെങ്കിൽ സ്റ്റോറിൻ്റെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം അത് വളരെയധികം എളുപ്പമുള്ളതാക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ കടയിൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും അവർക്ക് ഈസി ആക്സസ് ആണെങ്കിൽ നമ്മുടെ കടയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങളെയും അത് വളരെയധികം സൗകര്യപ്രദമാക്കുന്നുണ്ട്. ദെൻ വേറൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്, ഓപ്റ്റിമം സ്പേസ് യൂട്ടിലൈസേഷൻ. നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള സ്പേസിനെ നല്ല ഷെൽഫുകളായും ഡിപ്പാർട്ട്മെൻറ്റുകളായും ഷെൽഫിനെ തന്നെ റാക്കുകളായും ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്ഥലം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾക്ക് ഈ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ്ങിലൂടെ സാധിക്കുന്നു. ദെൻ റെഡ്യൂസിങ് പ്രോഡക്റ്റ് സെർച്ച് ടൈം. എല്ലാ പ്രൊഡക്റ്റും കസ്റ്റമേഴ്സിന് കടയിൽ കയറിയാൽ തന്നെ കാണാവുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ആ ഒരു സമയ നഷ്ടം നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും. വളരെ വേഗം ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മളെ ഈ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. ദെൻ റീഇൻഫോഴ്സിങ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നമ്മുടെ സ്റ്റോറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾക്കും എന്ത് വേണം? മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് വേണം. അപ്പം നമ്മുടെ സ്റ്റോറിന് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലത്തേക്ക് ഒരു പ്രധാനപ്പെട്ട എലമെൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഈ റീറ്റെയിൽ ഔട്ട്ലൈൻ സ്ട്രാറ്റജീസും ഒക്കെ. അപ്പം നല്ല രീതിയിൽ നമ്മൾക്കൊരു മാർക്കറ്റിൽ ഒരു പൊസിഷൻ ലഭിക്കാൻ ആവശ്യമായ ഒരു സ്ഥാനം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകാനും എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് നടത്തണം. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് നടത്തിയത് കൊണ്ട് മാത്രം കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരുമൊന്നുമില്ല. കടയിൽ അവർക്ക് വേണ്ട സർവീസ് ഡെസ്കുകളും അവർക്ക് വേണ്ട സേവനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് നടത്തുന്ന സമയത്ത് സ്റ്റോറിൻ്റെ ഡിസൈനൊക്കെ തീരുമാനിക്കുമ്പോൾ അവിടെ വെക്കുന്ന ഫിറ്റിങ്സ്, നമ്മുടെ ഡെക്കറേഷൻസ്, നമ്മുടെ ഇൻറ്റീരിയർ വർക്ക്സ്, ഇതെല്ലാം നമ്മുടെ കടയെ അന്വേഷിച്ചെത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻസ് കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ കടയിലിടുന്ന മ്യൂസിക്, ലൈറ്റുകൾ, ഇതിനെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി വളരെ വില കുറഞ്ഞ ഫിറ്റിങ്സ് ആണ് നമ്മുടെ കടയിലുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും? അവിടെ അത്ര ക്വാളിറ്റിയേ ഉള്ളൂ, ഒരു ലോക്കൽ സെറ്റപ്പ് ആണെന്ന് വിചാരിക്കും. ഒരു ഇൻഫീരിയർ ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. എന്നാൽ നമ്മുടെ കടയിൽ എല്ലാം വില കൂടിയ സെറ്റിങ്സ് ആണ്, വളരെ വില പിടിച്ച പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് എല്ലാം ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കടയിൽ എത്തുന്ന കസ്റ്റമർ വിചാരിക്കും ഈ ഇൻറ്റീരിയറിന് ചിലവായതെല്ലാം നമ്മളിൽ നിന്ന് ഈടാക്കും. അപ്പോൾ ഇവിടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലയായിരിക്കും, ന്യായമായ വിലയേക്കാൾ ഉയർന്ന വിലയ്ക്കായിരിക്കും ഇവർ പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നുള്ളൊരു ബിലീഫ്
നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ സ്റ്റോർ ഡിസൈൻ ചെയ്യുന്നത് അത് നമ്മളുടെ കസ്റ്റമേഴ്സ്, നമ്മൾ എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് സ്യൂട്ടായ രീതിയിലുള്ളതായിരിക്കണം. അവരുടെ ആ ഒരു ടേസ്റ്റ്, അവരുടെ ക്ലാസ് ലെവൽ അതൊക്കെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സ്റ്റോറിൻ്റെ ഡിസൈനിങ് നടത്താൻ. ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കടയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് അത്ര വലിയ AC റൂമോ ഒന്നും ഉണ്ടായിരിക്കില്ല, ചെറിയൊരു തട്ടിക്കൂട്ട് കട. അപ്പോൾ അത്തിരി വില കുറഞ്ഞ മേശ, കസേര, വളരെ വില കുറഞ്ഞ, അതായത് ഒരു മീഡിയം റേഞ്ചിലുള്ള പ്രൈസിലുള്ള മീൽസ് ഒക്കെ ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അവിടെ അവർ ഇൻറ്റീരിയറിനൊന്നും വല്ലാതെ പൈസ ചിലവാക്കില്ല. എന്നാൽ സ്റ്റാൻഡേർഡ് 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അത്രയും ലക്ഷറിയസ് ആയ ആളുകളായിരിക്കും, ക്ലാസി കസ്റ്റമേഴ്സ് ആയിരിക്കും. അവർക്ക് പ്രൈസ് ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നല്ല എക്സ്പെൻസീവായ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാം. കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് നല്ല പ്രൈസിലായിരിക്കും അവിടെ കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് വില്ലിങ്ങും ആയിരിക്കും പേയ്മെൻറ്റ് നടത്താൻ. അപ്പോൾ ഓരോ റീറ്റെയിലറും അദ്ദേഹത്തിൻ്റെ കസ്റ്റമേഴ്സിൻ്റെയും അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ് ഫെസിലിറ്റിയുടെയും അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റ് ലെവലും ഒക്കെ നോക്കി വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്ലാനിങ് നടത്തേണ്ടത്. അത് ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും. നെക്സ്റ്റ് ടോപ്പിക്, സ്റ്റോർ ലൊക്കേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. ഒരു റീറ്റെയിൽ ഷോപ്പ് ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് സ്ഥലത്ത് വേണം, അത് ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് തിരഞ്ഞെടുത്ത് അവിടെ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യമായി പറയുന്നത് സൈസ് ഓഫ് സിറ്റീസ് ട്രേഡിംഗ് ഏരിയ. എത്രമാത്രം ഏരിയ നമ്മൾക്ക് കവർ ചെയ്യാൻ കഴിയും. നമ്മൾ ആ സെലക്ട് ചെയ്ത പർട്ടിക്കുലർ പ്ലേസിൽ നമ്മളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എത്ര സ്ഥലം നമ്മൾക്ക് കവർ ചെയ്യാൻ കഴിയും, ആ കാര്യം ആദ്യം നോക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുംബൈ എന്ന് പറയുന്ന ഒരു സിറ്റി, അവിടെ മുംബൈയിൽ താമസിക്കുന്നവർ മാത്രമല്ല ഷോപ്പ് ചെയ്യാൻ ചെല്ലുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ടൗണുകളിലുള്ള കസ്റ്റമേഴ്സ് കൂടി അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന എത്രയോ ഷോപ്പേഴ്സ് പോയി വാങ്ങിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ ആ പർട്ടിക്കുലർ സിറ്റി, നമ്മൾ ആ തുടങ്ങുന്ന ആ പ്രദേശം എത്രമാത്രം വ്യാപാര കേന്ദ്രമാണ്, എത്ര കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലേസ് ആണ് എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കണം. ദെൻ രണ്ടാമതായി പറയുന്നത് പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ. നമ്മൾ ഷോപ്പ് തുടങ്ങുന്ന സ്ഥലം കവർ ചെയ്യുന്ന ഏരിയയിൽ എത്രമാത്രം ജനസംഖ്യയുണ്ട്. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു കടയാണെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റോക്കൊന്നും നമ്മൾക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇഷ്ടംപോലെ ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു ഷോപ്പാണെങ്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ സ്റ്റോർ റീപ്ലേസ് ചെയ്യേണ്ടി വരും, സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ഏരിയയിലെ പോപ്പുലേഷൻ എത്രയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ദെൻ അടുത്തതായി പർച്ചേസിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ്. ചിലപ്പോൾ ഒരുപാട് ആളുകളുള്ള ഏരിയ ആയിരിക്കും, പക്ഷെ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ എന്ന് വിചാരിക്കാം. അതായത് കൃത്യമായി ജോലിയോ വരുമാനമോ സ്ഥിര വരുമാനമോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ സ്പെൻഡിങ് നാച്ചറും കുറവായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ വില കൂടിയ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു കട ഓപ്പൺ ചെയ്താൽ അവിടെ സെയിൽസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ, റെഗുലർ ഇൻകം ഏർണിംഗ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ തുടങ്ങുന്ന ഒരു ഷോപ്പാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് സെയിൽസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ കടയിലേക്ക് എത്തുന്ന കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ എത്രയാണ് എന്നുകൂടി നമ്മൾ നോക്കണം. ഈ ഫാക്ടേഴ്സൊക്കെ അനുസരിച്ച് വേണം നമ്മുടെ കടയുടെ ലൊക്കേഷനും ലേ ഔട്ടും ഒക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ദെൻ അടുത്തതായി പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്. നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ കടകളിലേക്ക് എത്തിച്ചു തരാനും കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ വിതരണ ശൃംഖല മാർഗങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ലാൻഡ്, റെന്റ് ആൻഡ് അതർ ഡെവലപ്മെന്റ് കോസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഷോപ്പിന് വാടക കൊടുക്കേണ്ടി വരും. അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. ആ പ്രോഡക്ട്സ് അവിടെ പ്ലേസ് ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും ലോഡിങ് ആൻഡ് അൺലോഡിങ് അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇലക്ട്രിസിറ്റി,
വാട്ടർ ഫെസിലിറ്റി, അതേപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സിന് വരുന്ന എക്സ്പെൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുണ്ടാവും. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും. സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലത്തുള്ള വാടക ആയിരിക്കില്ല കുറച്ച് ഉള്ളിലോട്ടുള്ള മെയിൻ റോഡിന്റെ അടുത്തല്ലാതെ ഇത്തിരി വിട്ടിട്ടുള്ള സ്ഥലത്തുണ്ടായിരിക്കുന്ന വാടക. അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെ തുടങ്ങണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഏറ്റവും ചെലവ് കൂടിയ ഏരിയയാണോ, നമ്മൾക്ക് എത്ര ഫണ്ട് അവൈലബിലിറ്റി ഉണ്ട്, എങ്ങനെയുള്ള ബഡ്ജറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫാക്ടേഴ്സ് എല്ലാം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ റിലേറ്റഡ് ആയ ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം കൺസിഡർ ചെയ്യണം. ഇനി ഇതെല്ലാം പരിശോധിച്ചാൽ മാത്രം പോരാ, ഇതിനെയൊക്കെ അനാലിസിസ് നടത്തി നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഫെസിലിറ്റീസ് കൂടി ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല പാർക്കിംഗ് ഫെസിലിറ്റി. ഇപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ് നല്ല പോപ്പുലേഷൻ ഉള്ള ഏരിയ വേണം, നല്ല ട്രേഡിംഗ് സിറ്റി ആവണം, കാരണം അവിടെയാണ് മാക്സിമം സെയിൽസ് ഉണ്ടാവുക. പക്ഷെ അവിടെ വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റി വേണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ സ്പേസ് അവൈലബിൾ ആയിരിക്കില്ല. അത്രയും കൺജസ്റ്റഡ് ആയ ഏരിയയിൽ നല്ല പാർക്കിംഗ് ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞാൽ അവൈലബിൾ ആവില്ല. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയ കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്ന സൗകര്യങ്ങൾ കൂടി നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയണം, നമ്മുടെ ലൊക്കേഷനിൽ ആഡ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ നല്ല നല്ല രീതിയിലുള്ള സേവനങ്ങൾ, കസ്റ്റമേഴ്സിന് നൽകുന്ന സേവനങ്ങൾ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഇന്റീരിയർ ഫാക്ടേഴ്സ്, അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സിലൊക്കെ വരുന്ന ചില കാര്യങ്ങളാണ് നല്ല യൂണിഫോം ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റാഫ്. കാരണം കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാഫ് ഏതാ മറ്റ് ഷോപ്പേഴ്സ് ഏതാന്ന് വ്യത്യാസം വേഗം മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ഓരോ ഏരിയകളിലും എന്തൊക്കെ സർവീസ് ആണെങ്കിൽ അതിന് നോട്ടീസ് ചെയ്യുന്ന ബോർഡുകൾ, അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മുടെ കടകളിൽ വേണം. അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചൊക്കെ ലേ ഔട്ട് വെക്കാൻ കഴിയാവുന്ന ലൊക്കേഷൻ വേണം സ്റ്റോഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ദെൻ റീറ്റെയിൽ പെർഫോമൻസ് മെഷേഴ്സ്. ഒരു റീറ്റെയിലറുടെ ഇപ്പോൾ സ്റ്റോർ സ്പേസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആണെങ്കിലും സ്റ്റോർ പൊസിഷനിങ് സ്ട്രാറ്റജി ആണെങ്കിലും ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ ഈ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവർ ഏൺ ചെയ്ത് ലഭിക്കുന്ന പ്രോഫിറ്റബിലിറ്റി, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി നമ്മൾ പെർഫോമൻസ് മെഷർമെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് മെഷർ ചെയ്യാം? ഏറ്റവും ആദ്യമായി സെയിൽസ് ഓർ പ്രോഫിറ്റ് പെർ സ്ക്വയർ ഫീറ്റ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് നോക്കാം. എന്നിട്ട് ആ അത്രയും സ്ക്വയർ ഫീറ്റ് നമ്മൾ റീറ്റെയിൽ മാനേജ്മെന്റ് നടത്തി, ആ ഷോപ്പ് മാനേജ്മെന്റ് നടത്തി നമ്മൾക്ക് എത്ര ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേപോലെ രണ്ടാമതായിട്ടുള്ളത് സെയിൽസ് ഓർ പ്രോഫിറ്റ് പെർ ലീനിയർ ഫീറ്റ് ആണ്. ഇവിടെ സ്ക്വയർ ഫീറ്റ് ആയിരുന്നു സ്പേസ് അവൈലബിലിറ്റിയുടെ, ഇവിടെ ലീനിയർ ഫീറ്റ്. അപ്പൊ എത്ര ടോട്ടൽ ഫ്ലോർ സ്പേസ് മാത്രമല്ല, എത്ര റാക്കുകൾ, എത്ര ഷെൽഫുകൾ, ഫൂട്ടേജുകൾ, അവയുടെ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ, അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റബിലിറ്റി, ആ രീതിയിൽ മെഷർമെന്റ് നടത്താം. ദെൻ സെയിൽസ് ഓർ പ്രോഫിറ്റ് പെർ ക്യൂബിക് ഫീറ്റ്, ലെങ്ത്തും വിഡ്ത്തും ഡെപ്തും, ആ ത്രിമാന അളവുകൾ ഉപയോഗിച്ച് ആ ഒരു പർട്ടിക്കുലർ ക്യൂബിക് ഫീറ്റിൽ നിന്ന് ഉണ്ടായ ഇൻകം, നമുക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞ ഇൻകം. ദെൻ പ്രോഫിറ്റബിലിറ്റി ആസ് ബേസിസ് ഓഫ് സ്പേസ് അലോക്കേഷൻ. ഓരോ സ്പേസിൽ നിന്നും നമ്മൾക്ക് എത്ര ഏരിയ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട്, ആ രീതിയിൽ നോക്കിയിട്ട് സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രോഫിറ്റബിലിറ്റി, ആ റീറ്റെയിൽ ബിസിനസ്സിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ മെർക്കൻഡൈസിനും നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്പേസിൽ എത്ര ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു, അതിനെ അടിസ്ഥാനമാക്കിയും മെഷർമെന്റ് നടത്താം. അപ്പൊ ഈ റീറ്റെയിൽ മാനേജ്മെന്റിന്റെ നമ്മുടെ സ്പേസ് അലോക്കേഷന്റെ മെഷേഴ്സ് ആണ്, പെർഫോമൻസ് മെഷേഴ്സ് ആണ് നോക്കുന്നത്. ദെൻ അടുത്തതായി ടൈപ്സ് ഓഫ് ലേ ഔട്ട് ആണ്, എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യാം. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ട്രക്ചർ ആണ്. നമ്മൾക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം. ഒന്ന് ഫ്രീ ഫോം, ബൊട്ടീക് ഫോം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിന്. ഇപ്പൊ ഈ ലാർജ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ, ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പുകൾ, അവരൊക്കെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയാണ് ഈ ഫ്രീ ഫോം എന്ന് പറയുന്ന ലേ ഔട്ട് മെത്തേഡ്. ദെൻ റേസ് ട്രാക്ക് അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇറങ്ങി അടുത്തതിലേക്ക്,
അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ സെക്ഷൻസും കവർ ചെയ്യും, എല്ലാ പ്രോഡക്ട്സും വാങ്ങിക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ലേ ഔട്ടും റീറ്റെയിലേഴ്സിന് സെലക്ട് ചെയ്യാം. ദെൻ സ്റ്റോറീഡ് ലേ ഔട്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ റീറ്റെയിലർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഷോപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറീഡ് ലേ ഔട്ട്, നിലനിലകളായിട്ട് നമ്മൾക്ക് ഉള്ള സ്പേസ് അവൈലബിലിറ്റിയെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എത്രമാത്രം ഇൻകം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾക്ക് റീറ്റെയിൽ സ്റ്റോർ ഫെസിലിറ്റിയെ ഏത് രീതിയിലുള്ള ലേ ഔട്ടിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് വിഷ്വൽ മെർക്കൻഡൈസിങ്. വ്യാപാര സംരംഭങ്ങളിൽ കസ്റ്റമേഴ്സിനെ അവരുടെ കണ്ണുകളിലൂടെ അവരുടെ ആ കാഴ്ച എന്ന് പറയുന്ന സ്റ്റിമുലേ, അതിനെ അടിസ്ഥാനമാക്കി നമ്മൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാലാണ് വ്യാപാരത്തിൽ നമ്മൾക്ക് വർധനവുണ്ടാകുന്നത്. കസ്റ്റമേഴ്സ് കാണാൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം രീതിയിൽ അറേഞ്ച് ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് വിഷ്വൽ മെർക്കൻഡൈസിങ്. നമ്മൾ എങ്ങനെയാണ്, എത്ര നല്ല കാഴ്ചകൾ ഒരുക്കിയാലാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റോർ ഫ്ലോർ പ്ലാൻ, വിൻഡോസ്, സൈൻ, ഡിസ്പ്ലേ, പിക്ചേഴ്സ് എക്സെട്ര. നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറ്, ആ സ്റ്റോറിലെ സ്ഥലം മാനേജ് ചെയ്യുന്ന കാര്യം. അതായത് ഒരു കസ്റ്റമർ കടയിലേക്ക് കയറി വരുമ്പോൾ ആ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എത്ര നല്ല രീതിയിൽ പ്രോഡക്ട്സ് അറേഞ്ച് ചെയ്ത് അട്രാക്റ്റീവ് ആക്കാം. അവർക്ക് വന്ന് കയറുമ്പോൾ തന്നെ എല്ലാ പ്രോഡക്ട്സും ഒന്ന് നോക്കാൻ തോന്നണം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അത്രയും വെറൈറ്റി അവിടെ ഉണ്ട് എന്ന് തോന്നണം, അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് വാങ്ങാനുള്ള ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തോന്നണം. അങ്ങനെയൊക്കെ രീതിയിൽ വേണം ഫ്ലോർ സ്പേസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഡിസൈനുള്ള പ്രോഡക്റ്റ് ഒക്കെ ഡിസ്പ്ലേയിൽ വെക്കുക, ഏറ്റവും സൗകര്യമായ രീതിയിൽ വന്ന് സെലക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കാൻ. ഇപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മാത്രം നോക്കാനായിട്ടൊക്കെ ഒരു സെയിൽസ് ഗേളിനെയോ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ തരും, ഒരു പേഴ്സണൽ ഗൈഡ് പോലെ. അപ്പോൾ ആ രീതിയിലുള്ള സേവനങ്ങളൊക്കെ അവൈലബിൾ ആക്കി കൊടുക്കുക. ദെൻ ഈ വിഷ്വൽ ഡിസ്പ്ലേയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം പ്രൊഡക്റ്റ് ലൈനാണ്. എങ്ങനെയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ആ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ അത് ഡിസ്പ്ലേ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ വേഗം ചിലവാകുന്ന FMCG പ്രോഡക്ട്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉള്ള കടയിൽ വുഡൻ റാക്കുകൾ വെച്ച് അതിൽ വെച്ചാൽ മതി. കാരണം അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെറിയ ഇരുമ്പ് ഷെൽഫുകളിലായിരിക്കും ഇപ്പോൾ പരിപ്പ്, പഞ്ചസാര, ചെറുപയർ അതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. അത് എവിടെ വെച്ചാലും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതാണ്, അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നാൽ നമ്മൾ ഒരു ജ്വല്ലറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്ര ഭംഗിയായിട്ട് ആ കണ്ണാടിക്കൂടുകളിലായിരിക്കും ജ്വല്ലറി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഡയമണ്ട്സ് ഒക്കെ തന്നെ പ്രത്യേക ലൈറ്റൊക്കെ കൊടുത്ത് ആ കല്ലുകൾക്കൊക്കെ ഷൈനിങ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് കാണുമ്പോൾ തന്നെ വാങ്ങാൻ തോന്നണം. ആ രീതിയിലൊക്കെയാണ് ജ്വല്ലറി സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് തരം പ്രൊഡക്റ്റ് ആണ് എന്ന് നോക്കി വേണം ഡിസ്പ്ലേ സെറ്റിങ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ കസ്റ്റമർ പ്രൊഫൈൽ, നമ്മുടെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പ്രൊഫൈൽ നോക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവും ഇപ്പോൾ തട്ടുകടകൾ, ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ, അന്നാന്ന് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിൽ അങ്ങനെ ഇഷ്ടം പോലെ പൈസയൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇരുന്ന് കഴിക്കാൻ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ അത്തരം കടകളിൽ ഉണ്ടാവും. എന്നാൽ 5 സ്റ്റാർ ഹോട്ടലുകളിലോ വലിയ വലിയ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ അവരുടെ യാത്രക്കിടയിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ കയറുന്ന സ്ഥലം. അപ്പോൾ അവിടെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും പ്രോഡക്ട്സ് ആണെങ്കിലും അത്രയും കോസ്റ്റ്ലിയും ക്വാളിറ്റി ഉള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ നോക്കി വേണം നമ്മൾ നമ്മുടെ മെർക്കൻഡൈസിങ് വിഷ്വലൈസേഷൻ നടത്തേണ്ടത്. ദെൻ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, എത്രമാത്രം മത്സരമുണ്ട്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ ഒരു മൊണോപോളിയാണ് നമുക്കെന്ന് വിചാരിക്കുക, ആ പ്രോഡക്റ്റ് നമ്മൾ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം ഒരു ചിലവിൽ അറേഞ്ച് ചെയ്താൽ മതി ഷോപ്പ്, എന്തായാലും കസ്റ്റമേഴ്സ് വരും. എന്നാൽ ഒരേ തരത്തിലുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല നീറ്റായി അട്രാക്റ്റീവായി ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടൊക്കെ നമ്മുടെ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
അപ്പോഴേ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ലെവലും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ വിഷ്വൽ മെർക്കൻഡൈസിങ് ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കോമ്പോണൻസ് ഓഫ് ഡിസ്പ്ലേ. ഇപ്പം നമ്മൾ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് വിഷ്വൽ മെർക്കൻഡൈസിങ് ടെക്നിക്കിലൂടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതിൽ വരുന്ന ഘടകങ്ങൾ ഏറ്റവും ആദ്യമായി പറയുന്നത് വാൾ ഡിസ്പ്ലേ. നമ്മൾ ഏറ്റവും സൗകര്യമായ രീതിയിൽ കസ്റ്റമേഴ്സിനെ ഏറ്റവും നന്നായി കാണാവുന്ന രീതിയിലും അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലും വാൾ ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യണം. ദെൻ ഫ്ലോർ പിക്ചേഴ്സ്, നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള അത് ഏതൊക്കെ രീതിയിൽ വേണം, നമ്മൾ പറഞ്ഞു കസ്റ്റമർ പ്രൊഫൈലും കസ്റ്റമർ പെർസെപ്ഷനും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഇൻറ്റീരിയേഴ്സ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്പ്ലേ പ്രോഡക്റ്റ്, ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് പല രീതിയിൽ ചെയ്യാം. നമ്മൾക്ക് ഓരോ ബോഡി ഫോംസിലൊക്കെ, ഇപ്പോൾ ടെക്സ്റ്റൈൽസിലൊക്കെ ജെൻസിൻ്റെ കടയിലാണെങ്കിൽ പാൻറ്റും ഷർട്ടും ഇട്ടിട്ടുള്ള അങ്ങനെ ആ രീതിയിൽ ഉൽപ്പന്നങ്ങൾ പല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യാം. ദെൻ സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ ഹാങ്ങേഴ്സ്, റാക്കുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡിസ്പ്ലേ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾക്ക് ഓരോ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട്, ഇപ്പോൾ ചില പുതിയ പുതിയ മോഡലുകളായിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് അനുഭവങ്ങളാണ് സ്റ്റുഡിയോ, മാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പ്രോഡക്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പണ്ടത്തെ കടകളിൽ റാക്കുകളിൽ അടുക്കി വെച്ചതുപോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ റീറ്റെയിലേഴ്സിനും അവനവൻ്റെ താല്പര്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ഡിസ്പ്ലേ എക്യുപ്മെൻറ്റ്സും പ്രോഡക്റ്റ് ഡിസ്പ്ലേയും എല്ലാം അറേഞ്ച് ചെയ്യാം. പിന്നെ വരുന്നതാണ് പ്രൊമോഷണൽ എക്യുപ്മെൻറ്റ്സ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷണൽ ഇപ്പോൾ ടാഗുകൾ, സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേ പ്രൊമോഷൻ. ദെൻ ലൈറ്റിംഗ്, നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻസും കടയുടെ ഇൻറ്റീരിയറിന് അനുയോജ്യമായ രീതിയിലുള്ള ലൈറ്റ് ഫെസിലിറ്റീസും, ഇപ്പോൾ ഈ റോപ്പ് ലൈറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഡിസ്പ്ലേ എൻഹാൻസ് ചെയ്യാം, ഡിസ്പ്ലേ ഫെസിലിറ്റി. ദെൻ സൈനേജ്, നല്ല അട്രാക്റ്റീവായ രീതിയിൽ പേര്, ബോർഡ്, ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസ് ഏരിയയുടെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ നൽകിക്കൊണ്ട് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് കസ്റ്റമേഴ്സിന് നൽകാൻ കഴിയും. അതേപോലെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് അറ്റ്മോസ്ഫെറിക്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർനെറ്റ് റീറ്റെയിലിംഗ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ഉള്ള ആപ്പുകളാണ് ഏതൊരു കസ്റ്റമർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സെർവറിൻ്റെ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ സമയം ഉപയോഗിക്കുന്ന സിസ്റ്റം, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പ്, വളരെ വേഗം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ചില ആപ്പുകളുണ്ട്. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെയല്ലാതെ വളരെ വേഗം ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ആപ്പുകൾ, അങ്ങനെയുള്ള ഇന്റർനെറ്റ് റീറ്റെയിലിംഗ്. ഇപ്പോൾ ഇ-ടെയിലിങ്ങിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഇന്റർനെറ്റ് റീറ്റെയിലിംഗ് ഫെസിലിറ്റീസ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ കസ്റ്റമേഴ്സിനെ ഏറ്റവും നന്നായി അട്രാക്റ്റ് ചെയ്യാൻ എങ്ങനെ നമ്മുടെ റീറ്റെയിൽ സ്റ്റോറിനെ ഡിസൈൻ ചെയ്യാം, നമ്മുടെ ഉൽപ്പന്നങ്ങളെ എങ്ങനെ വിഷ്വൽ മെർക്കൻഡൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എംഫസിസ് നൽകുന്നത് കസ്റ്റമേഴ്സ് നമ്മുടെ കടയിലെത്തി അവിടെ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കടയ്ക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ കസ്റ്റമേഴ്സിൻ്റെ കാഴ്ച, അതുപോലെ തന്നെ അവിടെ ആ ഇൻറ്റീരിയർ ആയിട്ട് നൽകുന്ന മ്യൂസിക്, അങ്ങനെയുള്ള സ്റ്റിമുലേസിലൂടെ, കാഴ്ചകളിലൂടെയും കേൾവികളിലൂടെയും അത് നമ്മൾക്ക് നന്നായി സെൻസ് ചെയ്ത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ കസ്റ്റമേഴ്സിന് നൽകി അവരുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അവർക്ക് വളരെ നല്ലൊരു അനുഭവമാക്കി തീർക്കുക. അതോടെ തന്നെ നമ്മുടെ കടയിലേക്ക് പുതിയ പുതിയ ആളുകളെ, പുതിയ ഷോപ്പേഴ്സിനെ എത്തിക്കാൻ വേണ്ടിയും നിലവിലുള്ള കൺസ്യൂമേഴ്സിനെ ഹോൾഡ് ചെയ്തു പോകാൻ വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഈ സ്റ്റോർ ഡിസൈനിങ്ങിലും അതുപോലെ തന്നെ വിഷ്വൽ മെർക്കൻഡൈസിങ്ങിലും എല്ലാം യൂസ് ചെയ്യുന്നത്.